ಸ್ವಲ್ಪ ದಿನ ಅಲ್ಲಿ ಹೋಗಬೇಕು ಕರ್ನಾಟಕದಲ್ಲಿ. ಅಲ್ಲಿ ಎಷ್ಟು ತುಂಬ ಒಳ್ಳೆ ಜನಗಳಲ್ಲಿದೆ ಅಂತ ಗೊತ್ತಾ. ಅವ್ರಿಗೆಲ್ಲ ತುಂಬ ಜಾತಿ ಇದೇ ಥರ ಜಾತಿ ಸ್ಪಿರಿಟ್ ಏನಿಲ್ಲ. ಅವರು தமிழ் தானே நான் தமிழ் தான், അത് എപ്പോൾ എന്നാ പേശിയാലും അവർ എന്താ തമിഴ് 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 എന്ന് പേശിട്ടേ ഇരിക്കും. മുതുകില് മൂദേവി, പിന്നെ മുഖത്ത് ശ്രീദേവി എന്ന് പറഞ്ഞിട്ട് തല തോർത്തിയില്ലെങ്കിൽ എന്താ പനി പിടിക്കും. രാവിലെ നമ്മൾ വെളുപ്പാങ്കാലത്ത് ബ്രിസ് വാക്കിൽ നടന്ന് ക്ഷേത്രക്കുളത്തിൽ ഇറങ്ങി കുളിച്ചിട്ട് വരുമ്പോൾ ഭസ്ത്രിക ചെയ്യുന്ന ഫീല് കിട്ടുകയാണ്. എന്നിട്ട് ഈ നനഞ്ഞ തോർത്ത് നമ്മൾ ഉടുക്കുമ്പോൾ വയറ്റിലുള്ള ഉദരത്തിലുള്ള ഹീറ്റെല്ലാം ആ തോർത്ത് അബ്സോർവ് ചെയ്യും. ഞാൻ വെള്ളാപ്പള്ളിയുടെ ഈഴവനല്ല, സുകുമാരൻ നായരുടെ നായരല്ല. ഈ പറയുന്ന പോലെ ശ്രീനാരായണീയനാണെന്ന് പറയുന്നവര് കുറച്ചും കൂടി അവബോധത്തിലേക്ക് വരിക എന്നുള്ളതാണ് ഇവിടെ ആവശ്യമായിട്ട് വരുന്നത്. അതുപോലെ നമുക്ക് വേണ്ട എടുക്കണമെന്ന് വെച്ചാൽ ತಮಿಳ್ನಾಡಿൻ്റെ ഒരു ಸ್ಪಿರಿಟ್ ഉണ്ട്, ಕರ್ನಾಟಕದಲ್ಲಿ ಕರ್ನಾಟಕ ಸ್ಪಿರಿಟ್ ഉണ്ട്. ನೀವು ಸ್ವಲ್ಪ ದಿನ ಅಲ್ಲಿ ಹೋಗಬೇಕು ಕರ್ನಾಟಕದಲ್ಲಿ. ಅಲ್ಲಿ ಎಷ್ಟು ತುಂಬ ಒಳ್ಳೆ ಜನಗಳಲ್ಲಿದೆ ಅಂತ ಗೊತ್ತಾ. ಅವ್ರಿಗೆಲ್ಲ ತುಂಬ ಜಾತಿ ಇದೇ ಥರ ಜಾತಿ ಸ್ಪಿರಿಟ್ ಏನಿಲ್ಲ ಅವರು. ಮತ್ತು അവർക്ക് നമ്മുടെ ഇതാണ് അവരുടെ ഒരു ഐക്യത, ആ ലാൻഡിനോടുള്ള കൂറ്. തമിഴ്നാട്ടിൽ തമിഴ് താനേ நான் தமிழ் தான், அது எப்போ என்ன பேசியாலும் அவர் அந்த தமிழ் தமிழ் தமிழ்னு பேசிகிட்டே இருக்கும். தமிழுக்கு அவ்வளோ கௌரவம் കൊടുത്തിട്ട് தான் അവർ പോറേ. കൂറ്. പക്ഷേ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്ത് നോക്കി, ഇപ്പം ഹിന്ദിക്കാരാണെന്ന് പറഞ്ഞാൽ അവർക്ക് മലയാളിക്ക് ഒരു ദേശ സ്പിരിറ്റും ഇല്ല. കാരണം ഒരു പ്രോപ്പർ നോളജ് ഇല്ല. ആകെയുള്ളത് കുറേ സിനിമ, ടി വി, റീലും നോക്കിയിരിക്കുന്നു. ആ ലെവലിലേക്ക് നമ്മൾ യങ് ജനറേഷനെ ജെൻസിയെ കൊണ്ടുപോകണം. അവരാണ് നമ്മുടെ ഫ്യൂച്ചർ. അവരെ മിസ്ലീഡ് ചെയ്യരുത്. അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. അവരറിയാത്തത് പോയി എന്തുകൊണ്ടാണ്? അവരുടെ മാതാപിതാക്കൾ അങ്ങനെ നറിഷ് ചെയ്യപ്പെട്ടതുകൊണ്ടാണ്. അവരങ്ങനെ ആയതുകൊണ്ടാണ്. അവരുടെ തൊട്ട് മുമ്പത്തെ ഫാമിലി അങ്ങനെ ആയിപ്പോയത് കൊണ്ടാണ്. അപ്പം ഈ അഴിച്ചു വിട്ട് നമ്മൾ ഫ്രീഡം കൊടുക്കുന്നതാണ് നമ്മൾ ധർമ്മം, സനാതനധർമ്മം എല്ലാം. ഫ്രീഡത്തിൻ്റെ ഒപ്പം തന്നെ അവയർനെസ്സും കൊടുക്കണം. അല്ലെങ്കിൽ ഫുൾ ഫ്രീഡം കൊടുത്ത് വിട്ട് കഴിഞ്ഞ് വണ്ടിയെടുത്ത് തോന്നിയ പോലെ ഓടിക്കാൻ പറഞ്ഞാൽ എവിടെയെങ്കിലും ഇടിച്ച് നിൽക്കും. നമ്മൾ വണ്ടിയും കൊടുക്കണം, ഫ്യൂവലും കൊടുക്കണം, ഒപ്പം ഒരു GPS കൂടെ കൊടുക്കണം. റൂട്ടും ഇങ്ങനെയൊക്കെയാണ്, ഇന്ന റൂട്ട് വഴി പോകാനും കൊടുക്കണം. നമ്മുടെ ആൾക്കാർക്ക് അവയർനെസ് വേണം. GPS ഇല്ല, അതാ പ്രശ്നം. ഏറ്റവും ബൃഹത്തായ വേദങ്ങൾ സ്വന്തമായിട്ടുള്ളവർ കൂടിയാണ് നമ്മൾ. പക്ഷെ അത് പഠിക്കാനോ വായിക്കാനോ മനസ്സിലാക്കാനോ നമ്മൾ ശ്രമിക്കുന്നുമില്ല. നമ്മളെ ആരും അതിൽ കമ്പൽ ചെയ്യുന്നുമില്ല. കുട്ടികളെ ആ ഉമ്മ ഭക്ഷണം അവർ വേണം എന്ന് പറഞ്ഞിട്ട് ചോദിക്കില്ല. അവർക്ക് നമ്മൾ ആദ്യം ഫീഡ് ചെയ്ത് തന്നെ കൊടുക്കണം. പക്ഷെ അതിനെ നമ്മൾ ഈ കൊണ്ടേ വേരിൽ വളം വെച്ചിട്ട് ഒരു മാതാവാണ്, ഒരു പെൺകുട്ടി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ മോളെ ഇങ്ങനെ ഈ ഇതിൽ വളർത്തിയെടുക്കുമ്പോൾ ആ കുഞ്ഞിന് കൊടുക്കുന്ന ട്രെയിനിങ്, അതുപോലെ തന്നെ ഗുഡ് ടച്ച്, ബാഡ് ടച്ച്, അവയർനെസ്, ഇതെല്ലാം അമ്മ കൊടുക്കുന്ന ശീലമാണ്. കുഞ്ഞു മക്കൾ പോലും ഡ്രസ്സിൻ്റെ ഇതിൽ ശ്രദ്ധിക്കുന്നതും എല്ലാ കാര്യങ്ങളും, അവരുടെ ബിഹേവിയർ എല്ലാം. അപ്പം അതുപോലെ നമ്മൾ കൊടുത്ത് വളർത്തിയില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ എങ്ങനെയൊക്കെ വളർന്നു കഴിഞ്ഞാൽ സമൂഹത്തിൽ അതൊരു വേറൊരു റോങ് ഇതായിട്ടേ വരുള്ളൂ. ഞാൻ പ്രൗഡായിട്ട് തന്നെ പറയുന്ന കാര്യമാണത്. ഞാൻ എൻ്റെ മോള് ഇപ്പോൾ ബാക്കി എല്ലാത്തിലും ചില്ലായിട്ട് നടക്കണം, എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് ഫ്രീഡമാണ്. പക്ഷേ ഈവനിങ് സമയത്ത് അത് ഒരുപക്ഷെ പിന്തിരിപ്പൻ ഇപ്പോൾ രീതിയിലൊക്കെ ചിന്തിച്ചേക്കാം. പക്ഷെ അവൾ വൈകുന്നേരങ്ങളിൽ വിളക്ക് വെച്ച് നാമം ജപിച്ച് അവൾക്ക് വേദങ്ങൾ പഠിക്കാൻ ഇഷ്ടമാണ്. അത് അവളുടെ ഇഷ്ടങ്ങളാണ്. അവൾക്ക് ഓരോ ബർത്ത്ഡേസിനും നമ്മൾ ഗിഫ്റ്റ് ചോദിക്കുന്നത് പോലും അവൾ ഇതുപോലെയുള്ള പുസ്തകങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം അത് അവളുടെ ഒരു ടേസ്റ്റാണ്. ഒരുപക്ഷെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എൻ്റെ മുത്തശ്ശിമാരുടെയൊക്കെ കൂടെ നിന്ന് വളർന്നതിൻ്റെ ആയിരിക്കാം അവളുടെ ഇഷ്ടങ്ങൾ അതിലേക്ക് വരുന്നത്. അത് നമ്മുടെ ഉള്ളിലൊരു ഇപ്പം നമ്മളുടെ പല തിയറി, ഇപ്പം ഈ എത്തിസ്റ്റുകൾ പറയുന്ന രീതികൾ വേറെയാണ്. നമ്മൾ പലർക്കും അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കട്ടെ, അവർ പറയട്ടെ. പക്ഷെ നമ്മളെല്ലാം മുൻ ജന്മത്തിൽ നേടിയെടുത്ത കാര്യത്തിൻ്റെ കർമ്മഫലത്തിൻ്റെ ബേസിലാണ് നമ്മൾ വീണ്ടും വീണ്ടും ഓരോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ജന്മത്തിൽ നമ്മളിവിടെ ഉണ്ടായിരുന്നു, വേറെ പേരിലും വേറെ രീതിയിലും. അതും ഇപ്പോഴത്തെ ജന്മവും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്ന അനുഭവങ്ങൾ, സാഹചര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ആത്മാവെന്ന് പറയുന്ന സാധനം ഒരിക്കലും നശിക്കുന്ന സാധനമല്ല, ഓൾറെഡി ഉള്ളതാണത്. ശരീരം മാത്രമാണ് ഇങ്ങനെ മാറി മാറി പോകുന്നത്. അപ്പോൾ ആത്മാവിൽ നേടിയെടുത്ത അറിവുകൾ കണ്ടിന്യൂ ചെയ്ത് തന്നെ മുന്നോട്ട് പോകും. അതുകൊണ്ടാണ് മോക്ക് അങ്ങനെ
അതിനോടുള്ള ഉറപ്പായിട്ടും ഒരു നമ്മൾ വാസന ഇപ്പോൾ വരുന്നത്. ജനിക്കുന്ന ഉടനെ എൻ്റെ മോൾക്കും അറിയില്ലാത്ത കാര്യമാണ് ഭക്ഷണം വാരി കഴിക്കണം, ഇങ്ങനെ കഴിച്ചാലാണ് വിശപ്പ് മാറാൻ നമുക്കറിയില്ല. പക്ഷെ അവൾക്ക് ഫീഡ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റണം. അപ്പോൾ ഈ ജനറേഷനിലെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും അത് സാധ്യമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ അതിന് മോൾക്കിപ്പോൾ ആ എൻ്റെ മുത്തശ്ശി കുളിപ്പിച്ച് തോർത്തുമ്പോൾ അവളോട് എപ്പോഴും പറയും, ഒരു പാട്ടിങ്ങനെ പാടിക്കൊണ്ട് ഒരു പഴമൊഴി പോലെ പാടിക്കൊണ്ട് എൻ്റെ മുത്തശ്ശി തോർത്തി കൊടുക്കുക. ആദ്യം മുതുകിൽ മൂദേവി, പിന്നെ മുഖത്ത് ശ്രീദേവി എന്ന് പറഞ്ഞിട്ട് ഉം. തല തോർത്തിയില്ലെങ്കിൽ എന്താ പനി പിടിക്കും. അത് അവളുടെ ആ മൂന്നാമത്തെ സെന്റൻസ് അവള് പറയും. അപ്പം മുതുകിൽ ആദ്യം മൂദേവി, ആദ്യം കുളി കഴിഞ്ഞാൽ മുതുക് തോർത്തണം, അത് കഴിഞ്ഞിട്ട് മുഖം തോർത്തണം. ഇത് കുട്ടിയോട് പറഞ്ഞു കൊടുക്കുമ്പോൾ എൻ്റെ അച്ഛനിരുന്നിട്ട് ചിലപ്പോൾ ഇങ്ങനെ പറയും, അങ്ങനെയല്ല, അത് സയന്റിഫിക് ആയിട്ട് കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ. മുതുകിൽ വെള്ളം സയന്റിഫിക് ആയിട്ട് നിൽക്കാൻ അതിന്റെ പാടില്ല. വെള്ളം നിൽക്കാൻ പാടില്ല. പക്ഷെ കുട്ടിക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്ന രീതി ഇതാണ്. പക്ഷെ അവൾ ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്നുണ്ട്. അവളോട് അത് ആദ്യമേ സയൻസ് പറഞ്ഞാൽ ഒരുപക്ഷെ അവൾക്ക് ദഹിക്കില്ല. ഈ സ്റ്റോറീസ് എല്ലാം ഇപ്പം നമ്മുടെ പുരാണങ്ങളിലെല്ലാം അതാണ് ഈ ഹൈന്ദവ ധർമ്മത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു മഹത്വം. ഇതെല്ലാം വളരെ രസകരമായ സ്റ്റോറീസിലൂടെയും, അതായത് ഗുരു ആദ്യം പറഞ്ഞ ഈ ആത്മീയതയെ പറ്റി പറഞ്ഞ ലാസ്റ്റ് കണ്ണാടി തന്നെ കൊണ്ട് വെച്ചു കൊടുത്തതാണ്, നിൻ്റെ ഉള്ളിലാണ് ഈശ്വരൻ ഇരിക്കുന്നത്. എൻ്റെ സ്പിരിച്വൽ ക്ലാസ്സും അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന സാധനമൊക്കെ ആ ലൈനിലാണ്. അത് സൂക്ഷ്മ ശരീരത്തിൻ്റെ കളി തന്നെ, അതിനെപ്പറ്റിയുള്ള അവയർനെസ്സാണ്. പക്ഷെ ആദ്യം നമ്മൾ കല്ലിൽ ദൈവത്തെ കാണിച്ചു കൊടുക്കുന്നു. ഇപ്പം മുതുകിൽ മൂദേവി എന്ന് പറഞ്ഞ പോലെ കല്ലിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയും കോൺസെൻട്രേഷന് വേണ്ടിയിട്ടും ഇതും ചെയ്യുന്നുണ്ട്. കല്ലിൽ ഇപ്പോൾ കുഞ്ഞു മോളായിരിക്കുന്ന സമയത്ത് അവൾ പാവയൊക്കെ വെച്ച് കളിക്കില്ലേ, ഊട്ട് അതെ. കൊടുക്കും. നൈവേദ്യം കൽപ്പയാമി, വസ്ത്രോത്തരം കൽപ്പയാമി, ദീപം കൽപ്പയാമി, ധൂപം കൽപ്പയാമി, വിളക്ക് കത്തിക്കുന്നില്ല. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ പാവയ്ക്ക് ഊട്ടുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, കുളിപ്പിക്കുന്നുണ്ട്. ഇതേ പ്രോസസ്സ് തന്നെയല്ലേ അമ്പലത്തിലും കാണിക്കുന്നത്. കുളിക്കുന്നു, ഇതാക്കുന്നു ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ആൾക്കാർ, എന്നാൽ ഇതിനകത്ത് കുറേ സയൻസ് ഉണ്ട്. ചില ക്ഷേത്രങ്ങൾ ഇരിക്കുന്ന സ്ഥിതി ചെയ്യുന്ന അവിടെ ഉപയോഗിക്കുന്ന കൂട്ടുകൾക്കുള്ള പ്രത്യേകതകൾ, ചെമ്പ് പാത്രത്തിനകത്ത് അയൺ സ്റ്റീൽ മീൻസ് മറ്റേ തവി പോലത്തെ ചട്ടുകം പോലത്തെ ഇട്ടിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. അത് ബോഡിയിൽ അയൺ കണ്ടൻറ്റ് വരാൻ വേണ്ടിയിട്ടും, അതിലിടുന്ന ആയുർവേദിക് സാധനങ്ങൾ, തീർത്ഥം കുടിക്കുന്നത്, അത് ബോഡിയിൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നത്. രാവിലെ നമ്മൾ വെളുപ്പാങ്കാലത്ത് ബ്രിസ്ക് വാക്കിൽ നടന്ന് ക്ഷേത്രക്കുളത്തിൽ ഇറങ്ങി കുളിച്ചിട്ട് വരുമ്പോൾ ഭസ്ത്രിക ചെയ്യുന്ന ഫീല് കിട്ടുകയാണ്. എന്നിട്ട് ഈ നനഞ്ഞ തോർത്ത് നമ്മൾ ഉടുക്കുമ്പോൾ വയറ്റിലുള്ള ഉദരത്തിലുള്ള ഹീറ്റെല്ലാം തോർത്ത് അബ്സോർവ് ചെയ്യാണ്. ബേ ഫോർട്ടിൽ നല്ല കാലിൽ ഇത് വെച്ചിട്ട് ചെരുപ്പിടാതെ ക്ഷേത്രാങ്കണങ്ങളിലൂടെ നമ്മൾ നടക്കുമ്പോൾ അക്യുപഞ്ചർ എല്ലാം കാലിൻ്റെ അടിയിൽ ഇങ്ങനെ പ്രഷർ ചെയ്തിട്ട് എല്ലാ നെർവ് എൻഡിങ്ങിൻ്റെയും ഇതിൻ്റെ അടി കാലിലായിരിക്കുന്നു. അപ്പോൾ ഉണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷനും ആ സമയത്തുണ്ടാകുന്ന ഈ ചേഞ്ചസ്, ബോഡിയിലുണ്ടാവുന്ന ഓർഗൻസിനുണ്ടാകുന്ന മാറ്റങ്ങൾ, അത് കഴിഞ്ഞ് ദീപാരാധന ചെറിയ ഒരു ഇതിൽ കണ്ണിലൂടെ ലൈറ്റ് എനർജി കയറുകയാണ്. മണിയടിക്കുമ്പോൾ ചെവിയിലൂടെ സൗണ്ട് എനർജി, മന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ സൗണ്ട് എനർജി കയറുകയാണ്. മൂക്കിലൂടെ കുന്തിരിക്കവും കർപ്പൂരവും ഒക്കെ കത്തിക്കുമ്പോൾ കെമിക്കൽ എനർജി കയറുകയാണ്. നാക്കിലൂടെ ഈ നൈവേദ്യം കഴിക്കുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ എനർജി കയറുകയാണ്. ഈ എനർജിയുടെ ഒരു സോഴ്സാണ് ഒരു ടെമ്പിൾ. അതിനെ ദൈവികമായിട്ട് ഓരോ കണക്ട് ചെയ്ത് അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മളുടെ ഹിന്ദുസം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിലൊക്കെ സയൻസാണ്. എന്നിട്ട് ഇത് എനർജി സ്റ്റോർ ചെയ്തിട്ട് അവിടെ തന്നെ ഓരോ ആളിൻ്റെ ചോട്ടിൽ വന്നിരുന്ന് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് ഈ എനർജി ലോക്ക് ചെയ്യണം. ഗ്രേ മാറ്റർ ഗ്രേ മാറ്റർ എന്ന് പറയുന്നതാണല്ലോ എല്ലാം തലയിലിരിക്കുന്നത്. അതിനെ ഡെവലപ്പ് ചെയ്യാനും ഇതിന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അത് ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ രീതികളുണ്ട്. അതുപോലെ തന്നെ എല്ലാ മന്ത്രങ്ങളും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ ആൾക്കാർക്ക് അതറിയില്ല. ഇതൊക്കെ പറ്റിക്കപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റബിളുടെ അടുത്ത് നിന്ന് DGPയുടെ സർവീസ് ആവശ്യപ്പെടുന്ന പോലെയാണ് നമ്മുടെ ആൾക്കാർ. അപ്പോൾ ഇങ്ങനെ എല്ലാത്തിലും ഉണ്ടാവുന്ന ചെറിയ 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 തകർച്ചകളാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങളായിട്ട് പല ലൈഫിൽ വരുന്നത്. ഈ സമയത്ത് മറ്റു മതം മാഫിയകളെല്ലാം കൂടെ നമ്മുടെ ദൈവത്തെ വിളിച്ചാൽ നിൻ്റെ പ്രശ്നം മാറുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇതാക്കുന്നുണ്ട്. ഒരു ദൈവത്തിനെ വിളിച്ചാൽ ഒരു പ്രശ്നവും മാറില്ല. നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ രീതിയിൽ പോയില്ലെങ്കിൽ അതൊരു പൊളിറ്റിക്സാണ്. നമ്മളുടെ എത്രയും അൾട്ടിമേറ്റ് സാധനമുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ പഠിപ്പിക്കാനും ഇതൊക്കെ അറിയിച്ചു കൊടുക്കാനും നമ്മുടെ ആൾക്കാരുടെ അടുത്ത തലമുറയ്ക്ക് നിലനിൽപ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കാര്യമൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ഈ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആൾക്കാരും ഇവരുമൊക്കെ ഇങ്ങനെ ഓരോ മേഖലകൾ കൈകാര്യം ചെയ്യുമ്പോൾ, അവിടെ അസുരൻ വാഴുമ്പോൾ എങ്ങനെ അവിടെ ധർമ്മം സ്ഥാപിക്കാൻ പറ്റും? അപ്പോൾ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് ഇപ്പോൾ പണി കുറേ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലുള്ള ഈ സംഭവം ഇപ്പം ഇതായതുകൊണ്ടാണ് എനിക്ക്
ഇവിടെ വന്ന് ഇതൊക്കെ ആവേണ്ട ഒരു അവസ്ഥ വന്നത്. ഞാനിവിടെയല്ല, ഞാൻ കർണാടകയിലെ സെറ്റിലാണ്. എനിക്ക് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. ഇവിടെ തുടക്കം എല്ലാം പൊളിച്ചിട്ടിരിക്കുക. ഇനി എവിടെ നിന്ന് തുടങ്ങും, എങ്ങനെ തുടങ്ങും, ഒരു ഐഡിയ ഇല്ലാത്ത അവസ്ഥയാണ്. പണ്ടേ അതായത് ഒന്നാമത് ബുദ്ധിയില്ല, പിന്നെ ബോധമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്ന പോലെയാ. പണ്ടേ ദുർബലൻ പണ്ടേ കൂട്ടത്തെ ദുർലം ഗർഭിണി. പോരാഞ്ഞ് ഗർഭിണി എന്ന് പറഞ്ഞ പോലെ. പറ്റുന്നവരെ കുറച്ച് പേരെ നമുക്ക് സഹായിക്കാൻ പറ്റും. എല്ലാവരെയും സഹായിക്കാനൊന്നും ആർക്കും പറ്റില്ല. പിന്നെ ഇതിനകത്ത് വിമർശകർ വരും, കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വരും. അവർക്ക് നെഗറ്റീവ്സ് നെഗറ്റീവായിട്ട് തന്നെ പോകും. അത് എക്സിസ്റ്റ് ചെയ്യില്ല. പോസിറ്റീവുള്ള സാധനം നിലനിൽക്കും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിനീയറിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കാണിച്ചു കൊടുക്കാൻ സ്വാമി മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് കാണാൻ കണ്ണ് തുറക്കാൻ, കണ്ണ് നമ്മുടെ ആരുടെയും ഇങ്ങനെ പിടിച്ച് തുറപ്പിക്കാൻ പറ്റില്ല. കാണാൻ താല്പര്യമുള്ളവർ ഇനിയെങ്കിലും കണ്ണ് തുറക്കുക. ഒരു ചെയ്യാല്ല. സ്പിരിച്വൽ ആയിട്ടുള്ളവരും അല്ലാത്തവരും രണ്ട് ഇതാണ്. സ്പിരിച്വൽ ആയിട്ടുള്ളവർ നമ്മൾ തിരിച്ചറിയും, മറ്റുള്ളവർ സ്പിരിച്വൽ ആണെന്ന് ആ, ഇങ്ങനെ അവതരിക്കുന്നത്, ഇങ്ങനെ എന്താ പറയുക, വേർഡുണ്ടല്ലോ, അവകാശപ്പെടുന്നവർ വേറെ, സ്പിരിച്വൽ ആയിട്ടുള്ളവർ വേറെ. എന്തായിരുന്നാലും വളരെ സന്തോഷം.